10-20 കൊല്ലം ടൈറ്റാനിയത്തിൽ കാഷ്വൽ വർക്കറായിരുന്നു ഞാൻ. അന്ന് അവിടുത്തെ എംപ്ലോയീസ് സുഖമായി ജീവിച്ചിരുന്നു. ഏറ്റവും നല്ല ശമ്പളവും നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു ടൈറ്റാനിയം എംപ്ലോയീസിനുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾക്ക് ക്യാൻറ്റീൻ പാസ് കിട്ടില്ലായിരുന്നു. ഞങ്ങൾ പല എംപ്ലോയീസും വാങ്ങിച്ചു തരുന്ന ആഹാരം വാങ്ങിച്ച് കഴിച്ചു. തൈരായാലും ഊണായാലും എന്തായാലും നല്ല രീതിയിലുള്ള ഭക്ഷണമായിരുന്നു ടൈറ്റാനിയത്തിൽ. എന്നാൽ കിഴക്കേക്കോട്ടയിൽ നിന്ന് സൊസൈറ്റിയുടെ ഓഫീസ് എന്ന് ടൈറ്റാനിയത്തിൻ്റെ അകത്ത് വന്നോ അന്ന് മുതൽ ടൈറ്റാനിയം മഹാകഷ്ടത്തിലാണ്. ഇന്ന് ടൈറ്റാനിയത്തിൽ പാൽ ചായ ഇല്ല, വെറും കട്ടൻ ചായയാണ്. പണ്ട് അവിടുത്തെ ബസ് ടൈറ്റാനിയം നേരിട്ട് വിട്ടുന്ന ബസ് കാണണമായിരുന്നു. VSSക്കാളും അടിപൊളിയായിരുന്നു. എന്നാൽ സൊസൈറ്റി ഭരണം വന്നതിന് ശേഷം രീതി മാറിപ്പോയി. ഇന്ന് പല തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടുത്തെ എംപ്ലോയീസ് നേരിടുകയാണ്. ഓരോരുത്തരുടെയും ലക്ഷക്കണക്കിന് കാശ് സൊസൈറ്റി തട്ടിച്ചും വെട്ടിച്ചും അവരെല്ലാം ദുഃഖത്തിലാണ്. പലരും വെളിയിൽ പറയാൻ വേണ്ടി മടിക്കുന്നു. കാരണം അവരുടെ ജോലിക്ക് എന്തെങ്കിലും അവസ്ഥ നേരിടുമോ എന്ന ഭയം. ആരെങ്കിലും ആ അവസ്ഥ വെളിയിൽ കൊണ്ടുവന്നേ പറ്റൂ. അവിടുത്തെ എംപ്ലോയീസിനെ കണ്ട് നമുക്ക് പണ്ട് വലിയ വിഷമമായിരുന്നു. സുഭിക്ഷമായിട്ടുള്ള ആഹാരം, സുഭിക്ഷമായ ശമ്പളം, നല്ല ശമ്പളം എല്ലാം വേണമെന്ന് അവർ കണ്ണീർ കടലിലാണ് അവരുടെ ജീവിതം. എംപ്ലോയീസിൻ്റെ ജീവിതം ഇന്ന് കണ്ണീർ കടലിലാണ്. അതിന് കാരണം ടൈറ്റാനിയത്തിൻ്റെ അകത്ത് വന്ന ആ സൊസൈറ്റി, അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റി എല്ലാ രീതിയിലും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവരുടെ എല്ലാ മനക്കോട്ടകളും തകർത്ത് ഇന്ന് പെൻഷനായവർ മറ്റും ഒരുപാട് കാശുകൾ കിട്ടാതെ കഷ്ടപ്പെടുന്നു. അവരുടെ പ്രയാസം കാണുമ്പോൾ എൻ്റെ നെഞ്ച് പിടയുകയാണ്. അതിനെന്തെങ്കിലും മാറ്റം വരണ്ടേ? കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരണമല്ലോ. അതിന് ജനം ഇടപെടാൻ പോവുകയാണ്.